യൂബീസ് ടേസ്റ്റ് ഹബിൻ്റെ ഒരു പുതിയ കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചക്കപ്പുഴുക്കാണ് നമ്മുടെ താരം. അതായത് പോട്ടി ഫ്രൈ ഉണ്ടാക്കുന്നത് കാണിച്ചിരുന്നില്ല. അപ്പോൾ ചക്ക പുഴുങ്ങുന്നത് എല്ലാവർക്കും അറിയാം, എന്നാലും ചിലപ്പോൾ കുട്ടികൾക്കൊക്കെ അത്ര അറിവുണ്ടാവില്ല. ഇനി നിങ്ങൾ വേറെ തരത്തിലൊക്കെ പുഴുങ്ങുന്നുണ്ടെങ്കിൽ അത് ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്യണേ. അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഇത് ഇതിനു മുമ്പ് ഇട്ടിരുന്ന റെസിപ്പിയാണ്. നമ്മുടെ നല്ല മട്ടൺ പോട്ടി കറിയാണിത്. അപ്പോൾ ചക്ക അരിയുന്നതിന് വീഡിയോ ഒന്നും ഇവിടെ കാണിച്ചിട്ടില്ല കേട്ടോ. ചക്ക നേരത്തെ ഞാൻ അരിഞ്ഞ് കവറിലാക്കി ഫ്രിഡ്ജിൽ വെച്ചതാണ്. അത് നമുക്ക് കുറച്ച് ഇതെടുത്ത് വേവിച്ചാൽ മതിയല്ലോ. അപ്പോൾ അതായത് കുക്കർ എടുത്തിട്ടുണ്ട്, 3 ലിറ്ററിൻ്റെ കുക്കറാണ് ഇത്. ഞാൻ എന്താ ഒരു ചെറിയ ചക്കയുടെ പകുതി ഭാഗം എടുത്ത് അത് നന്നായി എല്ലാം ഒരുക്കി അരിഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ വെറുതെ ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. അത് അതിൻ്റെ ഒരു പകുതി ഭാഗം എടുക്കുകയാണ്. അതായത് ഈ 3 ലിറ്റർ കുക്കറിൻ്റെ ഒരു അര ഭാഗമുണ്ട് കേട്ടോ. അത് അത്രേ ഉള്ളൂ. 2 പേർ കഴിക്കാനുള്ള പുഴുക്കേ ഇതുണ്ടാവുള്ളൂ കേട്ടോ. കൂടുതൽ വേണമെങ്കിൽ നമ്മൾ കൂടുതൽ എടുക്കണം. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു അല്പം ഉപ്പ്, എന്താ പറയുക, ഒരു ചെറിയ സ്പൂണിന് ഒരു അര സ്പൂൺ ഇട്ട് കൊടുത്ത് ഞാൻ കുറച്ച് മതി ഉപ്പ്. പിന്നെ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടി, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കുക്കർ അടച്ച് വെയിറ്റിട്ട് അടുപ്പത്ത് വെച്ചിട്ട് ഒന്നല്ലെങ്കിൽ 2 വിസിൽ. 2 വിസിലാകുമ്പോൾ നല്ലപോലെ കുഴഞ്ഞിരിക്കും. ചിലർക്കൊക്കെ കുഴയുന്ന ഇഷ്ടമില്ല, അല്ലാത്തവർ ഇഷ്ടമില്ലാത്തവർ 1 വിസിൽ കേൾപ്പിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അത് അടുപ്പത്ത് വെച്ച് നമുക്ക് 1 വിസിൽ കേൾക്കുമ്പോൾ 2 വിസിൽ കേൾക്കുമ്പോൾ ഞാനിവിടെ ഓഫ് ചെയ്യുവാണേ. ഇനി നമുക്കിതിൻ്റെ അരപ്പ് തയ്യാറാക്കിയാൽ മതി. വളരെ ഈസി ആയത് ചെയ്യാൻ അല്ലേ. അപ്പോൾ 2 പിടി തേങ്ങ ഞാൻ എടുത്തു കേട്ടോ. 2 പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 പച്ചമുളക്, പിന്നെ ഇത്തിരി 5-6 പീസ് വെളുത്തുള്ളി, ഇത്തിരി ചെറിയ ജീരകം, ചുവന്നുള്ളി 2 പീസ്, ഇത്തിരി കറിവേപ്പില, ഇതെല്ലാം കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒരു പിഞ്ച് എന്താ പറയുക, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കണം കേട്ടോ. അപ്പോൾ കറിവേപ്പിലയൊക്കെ ചേർത്താൽ നല്ല ടേസ്റ്റാണ് ഇതിന് കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒത്തിരി അരയരുത്, വെറുതെ ഒന്ന് ജസ്റ്റ് ഒറ്റ തിരിച്ചിട്ട് എല്ലാം ഒന്ന് മിക്സായാൽ മാത്രം മതി. അപ്പോൾ നമ്മളത് ക്രഷ് ചെയ്ത് വെച്ചു. ചക്കയുടെ അതിൻ്റെ ഇതൊക്കെ പോയിട്ട് ആവിയൊക്കെ പോയിട്ട് നമ്മൾ തുറന്നപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരച്ച് വെച്ചത് ഇതിനകത്തേക്ക് ചേർത്ത് എൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വേണമെങ്കിൽ ഒരു കുഴി പോലെ ആക്കിയിട്ട് വെക്കാം. വേണമെന്നില്ല, അത് ഒരു ആവി വന്നാൽ മതി. നമുക്ക് ഒന്നും കൂടെ അടുപ്പത്ത് വെച്ചിട്ട് ആ അരപ്പിൻ്റെ പച്ചമണം ഇതൊക്കെ പോകണ്ടേ, അതിന് വേണ്ടി ഒന്ന് ആവി വരുത്തണം. ആവി വരുത്തിയിട്ട് നന്നായിട്ട് അത് വെയിറ്റിൻ്റെ ഹോളിൽ കൂടെ ആവി വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് തുറന്ന് നോക്കാം. ഇപ്പം നല്ല ഒരു സ്മെല്ലാണ് കേട്ടോ എല്ലാം കൂടി വരുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണേ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തണം. അപ്പോൾ ഇത് എന്ത് കറി കൂട്ടി, അതായത് ഇറച്ചിക്കറിയാണ് ഏറ്റവും നല്ലത്, ചിക്കനോ മട്ടണോ അല്ലെങ്കിൽ ബീഫോ എന്തും കൂട്ടി നമുക്കിത് നല്ല ഹെൽത്തിയായ ഒരു ഫുഡാണ്. കേരളീയരുടെ വിശേഷപ്പെട്ട ചക്കപ്പുഴുപ്പ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.